നാളെ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമ്മൾ ഭാര്യയും ഭർത്താവും ആവും. പിന്നെ ഒരിക്കലും നമുക്ക് ഈ കുരിക്കിന്ന് രക്ഷപ്പെടാനാവില്ല. എനിക്കതറിയാം. പക്ഷേ ഞാനും ഇതിൽ അകപ്പെട്ടിരിക്കുകയല്ലേ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി ആദ്യം വെറും കളിയായിട്ടൊരു കല്യാണം, പിന്നെ അവരെയും വിശ്വസിപ്പിക്കാൻ ഇപ്പൊ ഇതും. ഒന്ന് പൊട്ടിത്തെറിക്കാനോ പൊട്ടിക്കരയാനോ സ്വാതന്ത്ര്യം പോലും ഇല്ലാതായി പോയല്ലോ. നിത്യ, ഹരി, ഹരി ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒരു നിമിഷം എനിക്ക് മാറി ചിന്തിച്ചൂടെ എന്ന്. പറ്റുന്നില്ല. എന്റെ മനസ്സങ്ങനെ പാകപ്പെടുന്നില്ല. എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? എഴുന്നേക്ക്. പണ്ട് അമ്മാവൻ എന്നെ കളിയാക്കുമായിരുന്നു. കൂട്ടുകാർക്കൊരു പ്രശ്നം വന്നാല് എനിക്ക് വാലിൽ തീ പിടിച്ച പോലെയാണെന്ന്, പിന്നെ അത് അവസാനിക്കാതെ കിടന്നുറങ്ങില്ല എന്ന്. ഇപ്പൊ ഏറ്റവും നല്ലൊരു ചങ്ങാതിക്ക് പ്രശ്നം വന്നപ്പോ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ലല്ലോ. മാപ്പ് നിധി. അതല്ലാതെ ഈ അവസ്ഥയിൽ നമ്മൾ എന്താ പരസ്പരം പറയുക, അല്ലേ? വീണു പോകുന്നവരെല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്, ലോകത്തിൽ ആർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന്. നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഒരുപാട് വായിച്ചു കൂട്ടിയിട്ടുണ്ട്, കുറെയൊക്കെ എഴുതി കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു വരി പോലും മനസ്സിൽ തോന്നുന്നില്ല. ശൂന്യതയാ, വല്ലാത്തൊരു ശൂന്യത. ഒരു രാത്രിയുണ്ട് നമ്മുടെ മുന്നിൽ. നമ്മൾ തോൽക്കണോ ജയിക്കണോ എന്ന് ദൈവം തീരുമാനിക്കട്ടെ. മധുര നൊമ്പരക്കാ